ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സത്യസന്ധമായിട്ടുള്ളൊരു പ്രണയമാണോ നിങ്ങളോട് എന്നൊന്നാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അതൊരു നിമിത്തമായിട്ട് എടുക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം യൂണിവേഴ്സ് അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് പേഴ്സണൽ റീഡിങ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല. റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുക, നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട്. സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതെടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് മീൻസ് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. ആൻഡ് ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ നന്നായിട്ട് തന്നെ ആ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ വിചാരിക്കുക, പേഴ്സണിൻ്റെ നെയിം മനസ്സിൽ വിചാരിക്കുക, ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സത്യസന്ധരാണോ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇതിൽ നിന്നും എനിക്ക് വ്യക്തമാകുന്നത് ഈ ഒരു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആൾ 100% സത്യസന്ധരാണ് എന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അതിനർത്ഥം നിങ്ങളോട് എന്താ പറയുക, നിങ്ങളുടെ പ്രണയത്തിൽ അവർ ജെനുവിനാണ്, നിങ്ങളോടുള്ള സ്നേഹത്തിൽ, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സിൽ അവർ ജെനുവിനാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവരുടെ പല സന്തോഷങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം അത് ചെയ്യരുത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും അത് ഇല്ല, ഞാനത് നിർത്തി അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം മേ ബി. പക്ഷേ സ്റ്റിൽ അവരത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങളോടുള്ളൊരു സ്നേഹം കാര്യങ്ങളൊക്കെ സത്യമാണ്, പക്ഷെ ഒരുപാട് നിങ്ങളോട് കള്ളം പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് നുണകൾ അദ്ദേഹം നിങ്ങളെടുത്ത് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പല കാര്യത്തിലും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മേ ബി കോൾ വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന റീസൺ ചിലപ്പോൾ അത് സത്യമായിരിക്കണം എന്നില്ല. ആൻഡ് മെസ്സേജിന് എന്താ റിപ്ലൈ വൈകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും റിപ്ലൈ തരുന്നത് അത് മേ ബി അത് സത്യമാവണമെന്നില്ല. പക്ഷേ അതൊരിക്കലും നിങ്ങളെ അതൊരു വിഷമിപ്പിക്കരുത്. അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ സന്തോഷം നിലനിർത്തണം, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ചെയ്യണമെന്നതാണ്. ഇവിടെ ചിലരുടെ കാര്യത്തിൽ ഒരു പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്, ചില കൺട്രോളിങ് സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വേണ്ടാന്ന് വെച്ചിട്ട് പോകാനുള്ളൊരു കാര്യത്തിലേക്ക് ടോട്ടലി കഴിയുന്നില്ല. അതായത് സ്റ്റാഗ്നേഷൻ കാണിക്കുന്നുണ്ട്. അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് അവർക്കറിയാമെങ്കിലും അവർ സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മുൻപ്
പല സിറ്റുവേഷനുകളും ഇതിൽ വേണോ വേണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ അത് ഇപ്പോൾ ഇല്ല. എന്താ പറയുക, ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊരു പിടിവലി നടക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ. അയ്യോ, ഇത് വല്ലാതൊരു കൺട്രോളിങ് നേച്ചർ ആവുന്നുണ്ട്, എനിക്കത് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസൊക്കെ ആൾക്ക് മനസ്സിൽ വരുന്നുണ്ട്. അതാണ് ചാരിയറ്റ് കാർഡ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിൽ ഡബിൾ ഷെയ്ഡ് കാണിക്കുന്നുണ്ടൊരു. അതിൽ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വൈറ്റ് ഒരു രൂപത്തെയും ബ്ലാക്ക് രൂപത്തെയും കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു നെഗറ്റിവിറ്റി വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് അദ്ദേഹം എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പേരിൽ അവർക്ക് ഇപ്പോൾ നിങ്ങൾ മേ ബി അവരുടെ ഒരു ഫ്രണ്ട്സായിട്ടുള്ള ഒരു കാര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ നിങ്ങളെ വേദനിപ്പിക്കാനും പാടില്ല, അല്ലെങ്കിൽ നിങ്ങളെ അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താനും ആൾ തയ്യാറല്ല. അതിൻ്റെ പേരിൽ ഒരുപാട് നുണകൾ പറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി അത് ചിലപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പേഴ്സൺ നിങ്ങളടുത്ത് പൂർണ്ണമായിട്ടും സത്യസന്ധത അല്ലെങ്കിൽ സത്യം മാത്രമല്ല പറയുന്നത്, നുണകളും പറയുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഇൻഡ്യൂഷൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പേരിൽ നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ച് നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, കോൺഫ്ലിക്ട്സ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലായിരിക്കാം കുറേ കൂടി നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇപ്പോൾ മെയിനായിട്ടും ഈ ഒരു വിളിക്കുമ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അയാൾ തരുന്ന ഒരു സൊല്യൂഷൻ്റെ പേരിലോ അത് നിങ്ങൾക്ക് അത്ര കണ്ട് അതൊരു ആക്സെപ്റ്റബിൾ ആവാത്ത ഒരു സിറ്റുവേഷൻ്റെ രീതിയിലോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു എന്താ പറയുക കുറേയൊക്കെ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കാണുന്നത് ഇംബാലൻസ് ആണ് ആൻഡ് സെൽഫ് ഡൗട്ട്, ഒരുപാട് ഡൗട്ടുകൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ചില സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇത് കാണിക്കുമ്പോൾ ഒരു ഫീലിംഗ് ട്രാപ്ഡ് എന്നുള്ളൊരു സിറ്റുവേഷൻ, ലിമിറ്റഡ്, വല്ലാതെ ഒരു ലിബറലായിട്ട് പോകുന്നു, ലിമിറ്റഡായിട്ട് പോകുന്നു. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നല്ല ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ലിമിറ്റഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എന്താ പറയുക ഒരു മൈൻഡിൽ അദ്ദേഹത്തിന് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരു റിലീസ് വരണമെന്ന്, ഒരു റിലീസ്, അതായത് ഈ ഒരു കൺട്രോളിൽ നിന്നും ഇടയ്ക്ക് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി അവർക്ക് ഇടയ്ക്ക് വന്നു പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളോടുള്ള സ്നേഹത്തിന് അവിടെ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്നേഹം നന്നായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാം 7 ഓഫ് കപ്സ് റിവേഴ്സാണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മൂവിങ് ഓൺ കാർഡാണ്. പക്ഷേ അവർക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഒരുപാട് ടോക്സിസിറ്റി അല്ലെങ്കിൽ കൺട്രോളിങ്, ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു ഇതിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണോ, എന്താ പറയുക, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയില്ലേ, അത് തന്നെയാണ് അവർക്ക് ഇപ്പോഴത്തുള്ളൊരു ഫീലിങ്ങിൽ കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കും അതേ അവസ്ഥ തന്നെയാണ് ഈ പറയുന്ന കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. അവർക്ക് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഇംബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ബാലൻസോട് കൂടിയിട്ട് പരസ്പരം നല്ലൊരു എന്താ പറയുക ഈച്ച് ലെവൽ ഓഫ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു കിട്ടണം നിങ്ങൾക്ക് എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിൽക്കണം. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഇവിടെ ചില നമ്പേഴ്സ് എനിക്ക് കാണുന്നത് 7 ഇമ്പോർട്ടൻസ് ആണ്, 12 ഇമ്പോർട്ടൻസ് ആണ്. 7 അഗൈൻ ആൻഡ് ഡബിൾ കൺഫർമേഷൻ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് 14, 21, 12 ഓൾസോ, ആൻഡ് 6,
ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് നമ്പറായിട്ട് വരുന്നത്. 4 ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്ന എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം. മേ ബി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ജോബ് കിട്ടിയ ദിവസമോ നിങ്ങൾ പരിചയപ്പെട്ട ദിവസമോ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലൊക്കെ ഒരു നമ്പറായിട്ട് വേണമെങ്കിൽ ഇതിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾ എന്തോ ഇത്ര നമ്പേഴ്സുകളാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമ്മളുടെ റീഡിങ് എന്തായിരുന്നു? ആ ഒരു പേഴ്സൺ ഈ ഒരു പ്രണയത്തിൽ സത്യസന്ധരാണോ? അപ്പോൾ ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നമുക്ക് ജെനുവിൻ ആണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് സ്നേഹത്തിലൊക്കെ സത്യസന്ധമാണ്. പക്ഷേ നിങ്ങളോടുള്ളൊരു സ്നേഹത്തിൻ്റെ പേരിലോ നിങ്ങളോടുള്ളൊരു ആ ഒരു ഫീലിങ്സിൻ്റെ പേരിലോ അവർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സന്തോഷം തരുന്ന വേറെ പല കാര്യങ്ങളുണ്ട്, അത് അവർക്ക് മാറ്റി വയ്ക്കാനും പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ നിങ്ങളെടുത്ത് ഒരുപാട് നുണകൾ പറയുന്നുണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആ നുണകൾ പലതും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് തമ്മിലൊരു കോൺഫ്ലിക്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് മെയിനായിട്ട് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു ക്വിക്ക് റീഡിംഗ് ആയിട്ട് എടുക്കുക, വലിയ റീഡിംഗ് ആയിട്ട് എടുക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു നിങ്ങൾക്കിപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് സിറ്റുവേഷനിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളെടുത്ത് ഒരു സജഷനായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 1 മിനിറ്റ്. കാർഡ്സ് ഇവിടെ വെച്ചതായിരുന്നു. ഓക്കെ, നമുക്കിതിൽ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഒരു സജഷൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മളിന്ന് ഇപ്പോൾ നോക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മോഡറേഷൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുൻപ് അവർക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു മോട്ടിവേഷൻ അല്ല നിങ്ങൾ കൊടുക്കുന്നത്. അതിന് ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, പല കാര്യങ്ങൾക്കും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇതിലാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത്. സോ ആ ഒരു മോട്ടിവേഷൻ എന്നുള്ളൊരു എനർജി നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. മോഡറേഷൻ ഓൾസോ ഈസ് there something you know you shouldn't be eating? Try to eat mindfully and healthy. നിങ്ങളുടെ ആ ഒരു ഇങ്ങനത്തെ ഒരു കൺട്രോളിങ് പവറിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ അത് നിങ്ങളുടെ സ്നേഹം കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓവർ പൊസസീവ് നിങ്ങളുടെ ഒരു സ്നേഹം കൊണ്ടായിരിക്കണം. പക്ഷെ അതിൽ ചെറിയ രീതിയിലൊന്നൊരു മാറ്റങ്ങൾ വരുത്തി നോക്കൂ എന്നും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നന്നായിരിക്കും. യൂണിവേഴ്സിന് അറിയാം അത് നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മേ ബി. പക്ഷെ അതിലൊന്നൊരു ചെറിയ രീതിയിലൊരു മോഡറേഷൻ നിങ്ങൾ ആ ഒരു ഇതിൽ വരുത്തു എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് യൂണിവേഴ്സിന് നിങ്ങളെടുത്ത് ഈ ഒരു സജഷനായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള കാര്യം. അതെന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്ന് കണക്റ്റഡായിട്ട് വരുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ സത്യസന്ധമാണോ, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ മാത്രമല്ല, എന്ത് കാര്യത്തിനും കരിയർ റിലേറ്റഡ് ആണെങ്കിലും എന്ത് ഫ്യൂച്ചർ റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് പേഴ്സണൽ റീഡിങ്ങിലൂടെ നമുക്ക് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വിത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.